ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശവന മഹർഷി നാസത്യന്മാരെ സോമപാനത്തിന് അർഹരാക്കി എന്ന് പറഞ്ഞല്ലോ. അതെപ്രകാരമാണ് ശവനൻ ആ വാക്ക് പാലിച്ചതെന്നറിയാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. ദേവേന്ദ്രനെയും ജയിച്ച ശവന മഹർഷിയുടെ തപോബലം അത്യാശ്ചര്യം തന്നെ കേട്ടോ. ഇന്ദ്രൻ നിഷേധിച്ച സോമപാനം ശവനൻ എങ്ങനെയാണ് അവർക്ക് സാധ്യമാക്കി കൊടുത്തത്? അത് കേൾക്കണമായിരുന്നു. അപ്പൊ ശരിയാതെ ചെയ്ത മഹായജ്ഞത്തിലുണ്ടായ അത്യത്ഭുതകരമായ ഒരു സംഭവത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ശവന മഹർഷിക്ക് നവയൗവനപ്രാപ്തിയും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം സുകന്യയും ഇന്ദ്രന് ശചീദേവിയും കഴിയുന്നത് പോലെ ആശ്രമത്തിൽ വേണം. അത്ര നല്ല സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു എന്ന് പറയണു. അങ്ങനെ ഒരു ദിവസം ശരിയാതി രാജാവിനോട് അദ്ദേഹത്തിന്റെ പത്നി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏതായാലും അച്ഛന് ഉള്ളതിനേക്കാൾ സങ്കടം അമ്മക്ക് ഉണ്ടാവില്ലേ മക്കളുടെ കാര്യത്തില്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, മഹാരാജാവേ, ആര്യപുത്ര, നമ്മള് മകളെ കാട്ടിൽ അന്ധനായ താപസനെ ഏൽപ്പിച്ചു പോന്നതിന് ശേഷം ഒരു വർത്തമാനം അറിയുകയുണ്ടായില്ലല്ലോ. ഇന്നത്തെ പോലെ ഇടക്കിടക്ക് മൊബൈലിൽ വിളിച്ചിട്ട് സുഖാനുമോളെ ഇതാക്കുന്നെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ ആ കാലത്ത്. എങ്ങനെയാണ് അവർ കഴിച്ചു കൂട്ടുന്നതെന്നൊക്കെ അറിയണ്ടേ. അങ്ങ് ആശ്രമത്തിൽ ഒന്ന് പോയി വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു വരണം. അവളെ കാണാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ അടുത്തേക്ക് അവളെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോരൂന്ന് പറഞ്ഞു. പത്നിയോട് വാക്കുകൾ കേട്ട് ശരിയാതി പറഞ്ഞു, പ്രിയന് സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ ഉടനെ തന്നെ ശവനാശ്രമത്തിൽ പോയി മുനിയെയും മകളെയും കണ്ടുപോരാം. രാജാവ് പത്നിയെ സമാശ്വസിപ്പിച്ച് രഥത്തിൽ കയറി ശവനാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഇരിക്കെ രാജാവ് ഇങ്ങനെ ആശ്രമത്തിലെത്തിയ സമയത്തുണ്ട് രൂപഗുണസമ്പന്നനായ യുവാവിനെ കൊണ്ട് മകളിങ്ങനെ അടുത്തിരുന്ന് രണ്ടുപേരും സംസാരിച്ച് ചിരിച്ച് അങ്ങനെ എന്താ പറയാ അത്ര സന്തോഷിക്കുന്നത് കണ്ടു. രാജാവിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. തന്റെ മകൾ പാതിവൃത്യ ലംഘനം ചെയ്തുവോ? വൃദ്ധനായ താപസനെ ഉപേക്ഷിച്ച് അന്യപുരുഷനെ സ്വീകരിച്ചോ ഇവള്? മന്മഥ പ്രേരണ കൊണ്ട് അവൾ ഹീനകൃത്യം വല്ലതും പ്രവർത്തിച്ചോ? എൻ്റെ മകൾ മനുവംശത്തിന് തീരാക്കളങ്കമായ ഈശ്വര എന്നൊക്കെ ഈ അച്ഛനായ ശരിയാതി മഹാരാജാവ് ചിന്തിച്ചു. ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്, വേറെ ആരുമല്ല. സുന്ദരിയും നന്ന ചെറുപ്പവുമായി ഇവളെ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി വൃദ്ധനും താപസന്മാരും എനിക്ക് വേളി കഴിപ്പിച്ചു കൊടുത്തില്ലേ? അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ്. രാജാവ് ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ചിന്താമഗ്നായി നിൽക്കുമ്പോൾ മകളെ കണ്ടു. അച്ഛനെ കണ്ട ഉടനെ സുകന്യ ഓടി അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ മുഖത്തെ ഭാവപ്പകർച്ച കണ്ടവൾ ചോദിച്ചു, യുവാവായിരിക്കുന്ന മുനിയെ കണ്ട അച്ഛന് പരിഭ്രമമായോ അച്ഛാ? മനുവംശാവതംസമേ, ഇതെന്റെ പതി തന്നെയാണ്. ശ്രേഷ്ഠനായ മുനിയെ നമസ്കരിച്ചാലും അച്ഛാ എന്ന് പറഞ്ഞു. മകളുടെ ഭർത്താവാണെങ്കിലും മഹർഷി എന്നല്ലേ. തന്റെ മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന സുകന്യയോട് രോഷാകുലനായ രാജാവ് ചോദിച്ചു, ആ വൃദ്ധനായ താപസൻ എവിടെ പോയി? ആരാണ് ഈ ചെറുപ്പക്കാരൻ? നീ വൃദ്ധ താപസനെ കൊന്നു കുലടയെ പോലെ പ്രവർത്തിച്ചുവോ? ദേഷ്യപ്പെട്ടു നിൽക്കുന്ന പിതാവിനെ സുകന്യ ഭർത്തസന്നിധിയിലേക്ക് കൊണ്ടുപോയി ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം അങ്ങയുടെ ജാമാതാവ് തന്നെയാണ്. അശ്വിനി ദേവന്മാരുടെ കാരുണ്യം കൊണ്ടാണ് ഈ രൂപ സൗഭാഗ്യം ലഭിച്ചത് അച്ഛാ. ഇതിന് സംശയിക്കുന്ന ഒരു പാപിയല്ല ഞാൻ. എന്തായാലും ഞാൻ അച്ഛൻ്റെ മകളല്ലേ, ഞാൻ അമ്മാതിരി ഒരു വേണ്ടാത്ത പണിക്ക് പോകുമോന്നാണ് മകള് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. മുനിയെ പ്രണമിച്ചാലും ഇതിന്റെ സത്യാവസ്ഥ ശവന മഹർഷി തന്നെ പറഞ്ഞു തരും. പുത്രിയോട് വാക്കേട്ട് ശരിയാതി മുനിയെ പ്രണമിച്ച് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഭൃഗുനന്ദന, അത്യധികം സുന്ദരമായ രൂപം കണ്ട് എനിക്ക് സംശയം മാറുന്നില്ല. നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും മഹർഷി. മകള് പറഞ്ഞിട്ട് മകള് കളവ് പറയുന്ന മകളല്ല, എനിക്കറിയാം. അല്ല, അവള് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയണം, ഭൂപതേ, അശ്വിനി ദേവന്മാർ ഇവിടെ വന്നിരുന്നു കേട്ടോ. അവർ ചെയ്തു തന്ന ഉപകാരമാണ് അങ്ങിപ്പോൾ കാണുന്നത്. അതിന് പ്രത്യുപകാരമായി ഞാൻ അവർക്ക് ഒരു വരം കൊടുത്തു. യജ്ഞത്തിൽ ദേവന്മാരോടൊപ്പം അവരെയും സോമപാനത്തിന് അർഹരാക്കാമെന്ന്. അങ്ങനെ ലഭിച്ചതാണ് യുവത്വവും കാഴ്ചയും. മുനിയുടെ വാക്കുകൾ കേട്ട് രാജാവിന് സന്തോഷമായി. അവർ ഓരോ സൽക്കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ശവന മഹർഷി രാജാവിനോട് പറഞ്ഞു, രാജൻ, അങ്ങ് ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ച് അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. ഞാനത് ഭംഗിയായി നടത്തിത്തരാം.
ആ യജ്ഞത്തിൽ അശ്വിനി ദേവന്മാരെ സോമപാനത്തിന് അർഹരാക്കി ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കൊള്ളാം. ഇന്ദ്രനെ വിരോധിക്കുമെങ്കിൽ എൻ്റെ തേജോബലം കൊണ്ട് ഞാൻ അത് തടയുകയും ചെയ്യും. നിന്റെ അഗ്നിഷ്ഠോമത്തിൽ ഞാൻ അത് നിർവഹിക്കും. യവന മഹർഷി പറഞ്ഞതുപോലെ ചെയ്യാമെന്നിട്ട് രാജാവ് മഹർഷിയെ വന്ദിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. എല്ലാ കാര്യങ്ങളും പത്നിയെ അറിയിച്ച സാധ്വിയെ ആശ്വസിപ്പിച്ചു ശരിയാതി. കൂട്ടിക്കൊണ്ടുപോയി കൂടെ എന്നാലും. രാജാവ് ഉടനെ തന്നെ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. ശുഭമുഹൂർത്തം നോക്കി യജ്ഞമണ്ഡപം നിർമ്മിച്ചു. യജ്ഞത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒട്ടും ലുബ്ധ കൂടാതെ തന്നെ രാജാവ് ഏർപ്പാടാക്കി. വസിഷ്ഠാദി മുനികളെ ക്ഷണിച്ചു വരുത്തി യവനൻ ആചാര്യനായി യജ്ഞം ആരംഭിച്ചു. യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരും യാഗശാലയിലെത്തി. സോമപാനത്തിനായി നാസത്യന്മാരും എത്തിച്ചേർന്നു. അവരെ കണ്ട ഉടൻ ഇന്ദ്രൻ ദേവന്മാരോട് ചോദിച്ചു, ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവർ വൈദ്യന്മാരല്ലേ? അവർ സോമപാനത്തിന് അർഹരല്ലല്ലോ. യാഗം നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞതുമില്ല. അശ്വിനി ദേവകൾക്കായി സോമഭാഗം നീക്കിവെച്ചപ്പോൾ ഇന്ദ്രൻ അതിനെ തടഞ്ഞു. യവന മഹർഷി പറഞ്ഞു, രവിസുതന്മാരായവർ സോമപാനത്തിന് അർഹരല്ലെന്നോ? ശചീപതേ, സത്യം പറഞ്ഞാലും ഇവർ വേശ്യാപുത്രന്മാരല്ലാട്ടോ. സൂര്യദേവന് തന്റെ ധർമ്മപത്നിയിലുണ്ടായ പുത്രന്മാരാണ്. ഇവർക്ക് എന്ത് കുറവാണുള്ളത്? അങ്ങ് എന്ത് കുറവാണ് ഇവർക്ക് കാണുന്നത്? ഈ യാഗത്തിൽ വെച്ച് അതിന് ഉറപ്പ് വരുത്തണം. ദേവന്മാരൊക്കെ കാണുക തന്നെ ഞാൻ അവരെ സോമപാനം ചെയ്യിക്കും. ശര്യാദിയെ കൊണ്ട് യജ്ഞം ഞാൻ ഇതിനു വേണ്ടി തന്നെ ചെയ്യിച്ചതാണ്. ഇന്ദ്ര, എനിക്ക് യുവത്വം നൽകിയതിന് പ്രത്യുപകാരമായി ഞാൻ കൊടുത്ത വരമാണ്. ഇതെനിക്ക് പാലിച്ചേ പറ്റൂ. എന്റെ സത്യം എനിക്ക് പാലിക്കണം. പാലിക്കാതിരിക്കാൻ വയ്യ. ഇന്ദ്രൻ പറഞ്ഞു, വൈദ്യന്മാരായ ആസത്യന്മാർ ദേവന്മാരിൽ നികൃഷ്ടരാണ്. ഇവർക്ക് സോമപാനം കൊടുക്കുവാൻ പാടില്ല. ഈ അഹല്യാജാര എന്നെ വിളിച്ചു. വൃത്രഘ്ന, നീ കോപമടക്ക്. നീ ചെയ്തത് മുഴുവനും വേണ്ടാത്ത കാര്യങ്ങളാണ്, കുരുത്തക്കേടാണ് നീ ചെയ്തതൊക്കെ. സൂര്യപുത്രരായ ഇവർ സോമപാത്രത്തിന് അർഹരല്ലേ? യവന മഹർഷിയും ഇന്ദ്രനും തമ്മിൽ വാഗ്വാദം നടന്നുകൊണ്ടിരുന്നു. എന്നാൽ മറ്റുള്ളവരാരും ഒരക്ഷരം ശബ്ദിച്ചില്ല ഈ കാര്യത്തിൽ. തേജോനിധി ഋഷീശ്വരൻ സ്വന്തം തപോബലത്താൽ സോമം ഗ്രഹിച്ചു. യവന മഹർഷി നാസത്യന്മാർക്ക് സോമപാത്രം കൊടുക്കുന്നത് കൊണ്ട് ഇന്ദ്രൻ തന്റെ പ്രൗഢി പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മുനെ, അങ്ങ് എന്ത് നീതികേടാണ് കാണിക്കുന്നത്? അങ്ങ് ആചാര്യനായിരിക്കാൻ അർഹനല്ല. വിശ്വരൂപനെ കൊന്ന മാതിരി അങ്ങയെ ഞാൻ വധിക്കുന്നുണ്ട്. പ്രവൃത്തി കെട്ട ഒരാളെ പിടിച്ചാണ് മുഖ്യമന്ത്രിയാക്കി. ദേവേന്ദ്രൻ ഇന്ദ്രന്റെ വാക്കുകേട്ട് യവനൻ പറഞ്ഞു, ഇന്ദ്ര, മഹാത്മാക്കളെ നിന്ദിക്കാതിരിക്കും. ഈ ദേവന്മാരാണ് എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തന്നത്. നീയും മറ്റു ദേവന്മാരും സോമപാനം ചെയ്യുന്നവരാണല്ലോ. ഇവരും ദേവന്മാർ തന്നെയാണെന്ന് നോക്കുക. യജ്ഞഭാഗത്തിന് ഇവർ അർഹരല്ലാത്തത് കൊണ്ടാണ് സോമപാത്രം കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. ഹേ മൂഢ, നധിക്കരിച്ചാൽ ഞാൻ എന്നെയും വധിക്കും. ഇന്ദ്രന്റെ അഭിപ്രായത്തിന് വകവെക്കാതെ ഭാർഗവൻ സോമപാത്രം എടുത്ത് നാസത്യന്മാർക്ക് കൊടുത്തു. സോമപാനം ചെയ്യുന്നതിന് പാത്രം കയ്യിലെന്ത് നാസത്യന്മാർ നിൽക്കുന്നത് കണ്ട് ഇന്ദ്രൻ പറഞ്ഞു, സ്വാർത്ഥ താല്പര്യത്തിന് നീ ഇത് അവർക്ക് കൊടുത്താൽ വിശ്വരൂപനെ വധിച്ച മതി, നിന്നെയും വധിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും യവന മഹർഷി ഒട്ടും കൂസലില്ലാതെ സോമപാത്രം അശ്വിനി ദേവന്മാരെ കൊണ്ടടുപ്പിച്ചു. അത് കണ്ട് ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ചു. കോടി സൂര്യപ്രഭയുള്ള ഇന്ദ്രന്റെ വജ്രായുധത്തിനെ യവനൻ തന്റെ തപശക്തി കൊണ്ട് സ്തംഭിപ്പിച്ചു. ഇന്ദ്രനെ ഇൻകുലാബ് വിളിക്കുന്നതൊക്കെ കൈ പൊന്തിച്ചെടുത്തനായിപ്പോയി. ഇന്ദ്രനെ കൊല്ലുവാൻ വേണ്ടി ഒരു കൃത്യയെ സൃഷ്ടിക്കാൻ യവനൻ ഹോമദ്രവ്യമെടുത്ത് ഹോമാഗ്നിയിൽ മന്ത്രത്തോടുകൂടി ഹോമിച്ചു. അതാ വരുണു. ഹോമാഗ്നിയിൽ നിന്നൊരു മഹാകായനും മഹാശക്തനുമായ ഒരു ദാനവൻ പ്രത്യക്ഷപ്പെട്ടു. മദൻ എന്ന് തന്നെയാണ് അവന്റെ പേര്. മദൻ. മല പോലെയുള്ള ശരീരം ഉള്ളവനും 100 യോജന നീളത്തിൽ ദംഷ്ട്രയും കൂർത്തുമൂർത്ത നഖങ്ങളും നീണ്ട പല്ലുകളും കറുത്ത നിറവുമുള്ള ഒരു ഭീമാകാരനായിരുന്നു അയാള്. ആ ഭീകരരൂപം കണ്ട് വാനവർ പേടിച്ചു ചൂളിപ്പോയി. യുദ്ധമേ വേണ്ടപ്പാനക്ക് എന്ന് കരുതി ആകാശം മുഴുവൻ വ്യാപിച്ച് വജ്രവും കയ്യിൽ വെച്ച് വായിൽ വെച്ച് ഭീമാകൃതി കൊണ്ട് ലോകം മുഴുവൻ വിഴുങ്ങാൻ എന്ന വണ്ണം വായും പൊളിച്ചു നിൽക്കുന്ന മതാസുരനുണ്ടല്ലോ, വേഗം നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് വിഴുങ്ങാൻ എന്ന പോലെ വരുന്നത് കൊണ്ട് ഹാഹാന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പേടിച്ചോടി നിർത്തും. തന്നെ വിഴുങ്ങാൻ വരുന്ന ദൈത്യന്റെ നേർക്ക് തന്റെ വജ്രായുധം നനക്കാൻ പോലും കഴിയാതെ ഇന്ദ്രൻ സ്തംഭിച്ചു നിൽപ്പായി. തുല്യനായ നല്ല കണക്കായി എന്തിനു വേണ്ടാതെ മണിക്കെന്നെ പോന്നു. കാലന് തുല്യനായ അസുരനെ കണ്ട് വജ്രായുധം ഏന്തി നിൽക്കുന്ന ഇന്ദ്രൻ
ബൃഹസ്പതിയെ സ്മരിച്ചു. കൂട്ടിന് ആള് വേണമെന്നായി ഇന്ദ്രനെ. ഇന്ദ്രൻ ഭയങ്കരമായ ആപത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കിയ ദേവഗുരു വേഗം അവിടെ എത്തി ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, മന്ത്രമോ വജ്രമോ ഒന്നും ഇവനോട് ഫലിക്കില്ല കേട്ടോ. യവന മഹർഷിയുടെ തപശക്തിയുടെ ഫലം കൊണ്ടാണ് ഹോമാഗ്നിയിൽ നിന്ന് ജനിച്ചത് ഇവൻ. ഈ അസുരൻ. നമ്മൾക്കാർക്കും ഇവനെ കൊല്ലാൻ സാധ്യമല്ല. മഹാത്മാവായ ചവന മഹർഷി ആശ്രയിക്കുകയേ നിവർത്തിയുള്ളൂ. ദേവീഭക്തരുടെ കോപത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ഒരു ഇപ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഭയവിഹ്വലനായി പേടിച്ച് നാനാവിധായി. ശവനനെ അഭയം പ്രാപിച്ചു പറഞ്ഞു, മനുഷ്യശ്രേഷ്ഠ, ക്ഷമിച്ചാലും കൃത്യയെ ശമിപ്പിച്ചാലും അങ്ങയുടെ ആജ്ഞ ഞാൻ പ്രവർത്തിക്കാം. ശവന മഹർഷി, ഇന്ന് തൊട്ട് അശ്വിനി ദേവന്മാർ സോമപാനത്തിന് അർഹരായിരിക്കുന്നവർ. എന്റെ വാക്ക് സത്യമാണ്. എന്നിൽ പ്രസാദിച്ചാലും മുനീശ്വര, അങ്ങയുടെ ഉദ്യമം വെറുതെ ആയില്ല. അങ്ങൊന്നും വെറുതെ ചെയ്യുകയില്ലെന്ന് എനിക്കറിയാം. ഇപ്പതാ പോളിഷ് അടിക്കലായി. അങ്ങ് കാരണം ഇവർ എന്നും സോമപാനത്തിന് അർഹരാവും. ഈ യജ്ഞം കൊണ്ട് ശരിയാതി രാജാവും കീർത്തിമാനാവും. അങ്ങയുടെ മാഹാത്മ്യം എല്ലാവരെയും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഞാൻ കരുതിപ്പൊട്ടി ചെയ്ത പ്രവൃത്തിയാണിത്. കണ്ടോ, തട്ടിപ്പോറലായി. മഹർഷി, ഈ മദൻ എന്ന അസുരനെ സംഹരിച്ചാലും ദേവന്മാർക്ക് മംഗളത്തെ പ്രദാനം ചെയ്താലും ശക്രന്റെ വാക്കേട്ട് ശവന മഹർഷി തന്റെ കോപത്തെ അടക്കി. മഹർഷിമാർക്ക് അത്രയേ ഉള്ളൂ. ഇന്ദ്രൻ ആശ്വാസത്തെ നൽകി. മദൻ എന്ന ദൈത്യനെ 4 ഭാഗിച്ചു. ഒരു ഭാഗം ചൂത് കളിക്കുന്നിടത്തും, ഒരു ഭാഗം സുരാപാനം ചെയ്യുന്നിടത്തും, ഒരു ഭാഗം നായാട്ടിലും, 4ാമത്തെ ഭാഗം സ്ത്രീകളിലുമായി വീതിച്ചു. സ്ത്രീകൾ പറഞ്ഞാൽ ദുസ്വഭാവം കളിക്കുന്ന സ്ത്രീകളാണ്, സാധാരണ സ്ത്രീകളല്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്, ദേവിയാണ്. അങ്ങനെയുള്ള സ്ത്രീകളിലല്ല, ഈ വേണ്ടാത്ത സ്വഭാവം കളിക്കുന്ന സ്വഭാവം ഉള്ള സ്ത്രീകളില്ലേ, അവർക്കാണ് കൊടുത്തത്. പിന്നീട് സുരന്മാരുടെ സാന്നിധ്യത്തിൽ യാഗം ഭംഗിയായി നടത്തി. യജ്ഞം കൊണ്ട് ശുദ്ധിയായ സോമ ഇന്ദ്രനോടൊപ്പം അശ്വിനി ദേവന്മാർക്കും പാനം ചെയ്യാൻ കൊടുത്തു. അപ്രകാരം രവിസുരന്മാർ ചവന മഹർഷിയുടെ തപശക്തി കൊണ്ട് ദേവന്മാരുടെ കൂടെ സോമപാനം ചെയ്യാൻ അർഹരായി എന്ന് പറയുന്നു. യജ്ഞസ്തംഭം കൊണ്ട് അലങ്കൃതമായ സരസ്സും ശവനന്റെ ആശ്രമവും ഭൂമിയിൽ പ്രസിദ്ധി നേടി. ഈ യജ്ഞം കൊണ്ട് ശര്യാതിഭൂവന്റെ കീർത്തിയും ലോകമാകെ വ്യാപിച്ചു. അദ്ദേഹം തന്റെ മന്ത്രിമാരുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ ആനർത്തനും അദ്ദേഹത്തിന്റെ മകൻ ദേവതനും രാജ്യം ഭരിച്ചു. കുശസ്ഥലി എന്ന ഖ്യാതി നേടിയ പ്രദേശത്ത് മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ച് ദേവതൻ അവിടെ താമസമാക്കി. അദ്ദേഹത്തിന് 100 പുത്രന്മാരും ഒരു മകളും ഉണ്ടായി. മൂത്ത പുത്രൻ കകുദ്മി എന്ന പേരിൽ പ്രസിദ്ധനായി. മകൾ അത്യധികം സുന്ദരിയായിരുന്നു. അവളാണ് രേവതി. കകുദ്മിയുടെ പുത്രിയാണ് രേവതി. ആ രേവതിയാണ് ഇനി നമ്മുടെ ബലരാമസ്വാമി വിവാഹം കഴിക്കുന്നത്. അതിനുള്ളൊരു തുടക്കം പറഞ്ഞു വെച്ചതാണിത്. മകൾക്ക് വിവാഹപ്രായമായപ്പോൾ രേവതൻ അഭിജാത്യമുള്ള രാജകുമാരന്മാരെ അന്വേഷിച്ചു തുടങ്ങി. ദൈവതം എന്നു പേരുള്ള പർവ്വതത്തിലും ചെന്നു. അക്കാലത്ത് അനർത്ഥ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ബലവാനായ ശത്രുഭീഷണനെ വരനാക്കിയാലോ എന്നൊരു വിചാരം ഇല്ലാതിരുന്നില്ല. എന്തായാലും ബ്രഹ്മലോകത്ത് പോയി സർവജ്ഞനായ വിദ്യയോട് ചോദിക്കാമെന്ന് കരുതി അങ്ങനെ രാജാവ് മകളെ സത്യലോകത്തെത്തി. ദിവ്യരൂപം ധരിച്ച് വേദങ്ങളും ദേവന്മാരും ഋഷീശ്വരന്മാരും സിദ്ധചാരണ ഗന്ധർവന്മാരും വാഴ്ത്തിസ്തുതിക്കുന്ന ബ്രഹ്മദേവനെ രേവതൻ കണ്ടു. ഇനിയിപ്പോ ആ ബ്രഹ്മദേവനോട് ചോദിക്കും, ഏത് എന്റെ മകളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന്. അപ്പൊ ബ്രഹ്മദേവന്റെ സ്ഥലത്ത് നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് നിൽക്കണമെങ്കിൽ ഇവിടെ എത്രയോ വർഷം ഇവിടെയായി. അവിടെ ഒരു മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു കൊല്ലങ്ങൾ പറഞ്ഞാൽ അത്രയും കഴിഞ്ഞിട്ടുണ്ടാവും ആണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. ഇന്നത്തെ ഭാഗം ആ പൊന്നിക്കണ്ണന്റെയും ജഗദംബികയുടെ തൃപ്പാദങ്ങളിൽ വെച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഭഗവതേ സ്വഭാവ നാരായണായേതി സമർപ്പയാമി.